പിന്നെ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് ബിക്കിനി ബീച്ച്. ഇവിടെ കുറെ ബീച്ചസ് ഉണ്ട്, പക്ഷെ ഇതിനെ ബിക്കിനി ബീച്ച് പറയുന്നത് എന്താന്ന് വെച്ചാൽ മാൽഡീവ്സ് ഒരു ഡ്രൈ ലാൻഡ് ആണെങ്കിലും ഇവിടെ നമുക്ക് ഡ്രിങ്ക്സ് കിട്ടും. അങ്ങനെ നമ്മള് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് റൂമിൽ പോയി കുളിച്ച് ഫ്രഷ് ആയി ഇപ്പൊ നമ്മള് ബിക്കിനി ബീച്ചിലേക്ക് പോകണം. ഇവിടെയുള്ള ഒരു ബിക്കിനി ബീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ രാത്രി നിങ്ങൾക്ക് കാണിച്ചു തന്നെ ബിക്കിനി ബീച്ച്, പക്ഷെ രാത്രി ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ ഏകദേശം സൺസെറ്റ് ആയി. അപ്പൊ നമ്മളെന്തായാലും അങ്ങോട്ട് പോകാൻ ഇപ്പൊ വെയിലുണ്ടാവില്ല അങ്ങനെ. അപ്പൊ നമ്മളൊന്ന് കണ്ടിച്ച് വരാന്ന് വിചാരിച്ചു. മുടിയെല്ലാം ഫുൾ ഉപ്പായിരുന്നു, മുഖമൊക്കെ കംപ്ലീറ്റ് ചോന്ന പോലെയായിരുന്നു വെയിലടിച്ചിട്ട്. ഫുൾ സൺടാൻ. നമ്മളിനിപ്പോ ബിക്കിനി ബീച്ച് സൈഡിലേക്ക് പോകുന്നതാണ് അല്ല മാളു? അപ്പൊ നമുക്ക് ഇനി ബിക്കിനി ബീച്ചിൽ പോയി നോക്കാം. ഇപ്പൊ ഇവിടെ എല്ലാം ചെറുങ്ങനെ ലൈറ്റ്സ് എല്ലാം വന്നല്ലോ ഷോപ്സിന്. സൺസെറ്റ് ഏകദേശം പോയി, ഞാൻ കാണിച്ചല്ലേ നിങ്ങൾക്ക്. കണ്ടോ സൺസെറ്റ് ഏകദേശം കംപ്ലീറ്റ് ആയി. സൺസെറ്റ് ആവുന്ന സമയത്ത് ഇവര് വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ടാണ് നമ്മളോട് നേരത്തെ സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ കുറച്ച് ലേറ്റ് ആയി, അതുകൊണ്ട് സൺസെറ്റ് കാണാൻ പറ്റിയില്ല. ഇനി നാളെ കാണാൻ പറ്റുമോ നോക്കാം. അപ്പൊ ഇപ്പൊ തന്നെ റെസ്റ്റോറന്റ് ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്തു. വരുന്നുണ്ട്. മാൽഡീവ്സിന്റെ ഫ്ലാഗ്. ഇനിയിപ്പോ നൈറ്റ് പരിപാടി, നൈറ്റ് വൈബിന്റെ ടൈം ആയിക്കൊണ്ടിരിക്കാണ്. ഇതാ ഇവിടെയുള്ള ഫ്ലാഗുകൾ കണ്ട. മാളൂസിൽ ഏതാന്ന് മാൽഡീവ്സിന്റെ ഫ്ലാഗ്? നടുവിലുള്ള മാൽഡീവ്സിന്റെ ഫ്ലാഗ് എന്ന് മാള് പറയുന്നത്. എനിക്കറിയില്ല ഏതാന്ന് മാൽഡീവ്സിന്റെ ഫ്ലാഗ്, പക്ഷെ 3 ഫ്ലാഗ് ഉണ്ടാവും. ബാക്കിയുള്ള രണ്ടെന്താണ്? ഇവിടെ കണ്ടോ പുതിയ ബിൽഡിംഗ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇത്രയും ഹൈറ്റിലെ ബിൽഡിംഗ് ഒക്കെയാണ് എടുക്കുന്നത്. ഇവിടെയുള്ള ഒരു സ്കൂളാണ് കണ്ടാ, സ്കൂളുണ്ട് ഇവിടെ മാഫൂഷിയിലെ. ഇനിയിപ്പോ ഇതൊക്കെ നൈറ്റ് അടിപൊളിയാവുന്ന ആൾക്കാർ ഇരിക്കുന്ന കസേര കണ്ടോ നിങ്ങള്? നമ്മളെ നാട്ടിലെ മടിയൻ കസേര, എന്റെ ഭാഷയിൽ മാത്രം നമ്മളെ നാട്ടിലെ ആൾക്കാർക്ക് അറിയില്ല. ഞാൻ പറഞ്ഞുതരാം കേട്ടാ. മടിയൻ കസേര ഞാൻ പറഞ്ഞില്ലാത്തൊന്നുമില്ല. നമ്മളെ നാട്ടില് ആ തുണി ഇട്ടിച്ചിരിക്കുന്ന കസേര മടിയൻ കസേര എന്നല്ല പറയാ. അപ്പൊ അടുത്തൊരു മാടൂരിൽ ഫോട്ടോ സെഷൻ വേണമെന്ന് നമ്മളൊരു സ്ഥലത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ മാഫൂഷി എഴുതിയ സ്ഥലം വന്നപ്പോ തന്നെ ഇവിടുന്ന് വീഡിയോസും ഫോട്ടോസും എടുക്കണം എന്ന് വെച്ച്. പക്ഷെ നല്ല തിരക്കല്ല, നമ്മൾ തിരക്കില്ലേനു അല്ലെ? തിരക്കും അത്, പക്ഷെ ഇവിടെ തിരക്കുണ്ട്, അതുപോലെ തന്നെ നല്ല വെയിലും ഉണ്ട്. അതാണ് ഇവിടുന്ന് അങ്ങനെ നിന്നിട്ട് അന്നേരം നമുക്ക് എടുക്കാൻ കഴിയില്ല. ഇനിയിപ്പോ മാളൂന് എന്തായാലും ഫോട്ടോ എടുക്കും. മാളു നിന്ന് എവിടെയാ നിൽക്കുന്നത്? അപ്പൊ ഇതാണ് ബിക്കിനി ബീച്ച്. ഇവിടെ കുറെ ബീച്ചസ് ഉണ്ട്, പക്ഷെ ഇതിനെ ബിക്കിനി ബീച്ച് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ മാത്രമേ നമുക്ക് ബിക്കിനി ഇട്ട് ബീച്ചിൽ വരാൻ പറ്റും, വേറെ സ്ഥലത്തൊന്നും ബിക്കിനി ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിന്റെ പേര് ബിക്കിനി ബീച്ച്. അങ്ങനെയാണോ? ആ, ഓക്കെ. ഇവിടെ മാത്രമേ ബിക്കിനീസ് അലൗഡ് ഉള്ളൂ. പക്ഷെ നോക്ക് ഇവിടുത്തെ ഇതൊക്കെ നോക്ക്, സാൻഡ് ഒക്കെ നോക്ക്, നല്ല വൈറ്റ് സാൻഡ്, അടിപൊളി വ്യൂ. പക്ഷെ ഇവിടെ അധികം ഫോട്ടോസ് എടുക്കുന്ന കുഴപ്പമുണ്ടോന്ന് അറിയില്ല. അധികം വീഡിയോസ് നമ്മൾ എടുക്കുന്നില്ല, കാരണം കുറെ ആൾക്കാർ ബിക്കിനിയൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് മാളും ഇങ്ങനെ നിൽക്കുന്ന മാത്രം എടുക്കാം അല്ലെ മാളും? അതൊന്നും കുഴപ്പമില്ല, അവരെല്ലാം എടുക്കുകയും ചെയ്യാം. അവർക്ക് കുഴപ്പമില്ല. ഹോട്ടലാണ് ഇതിന് നേരെ ഫ്രണ്ട് ആയിട്ടുള്ളത്. അതിന്റെ അകത്ത് ഫുൾ ഫോറിനേഴ്സ് ആണ് തോന്നുന്നത്. ഫുൾ ഫോറിനേഴ്സ് തന്നെ മെയിൻ ആയിട്ട്. അരീന എന്ന ഹോട്ടലിന്റെ പേര്. ആർക്കും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്തിട്ട് വരുന്നവർക്ക് വരാം. ഓക്കെ, നമ്മൾ ബീച്ചിലേക്ക് പോയിട്ട് കാണിച്ചു തരാം. നിങ്ങൾ ഇവിടുത്തെ സാൻഡ് നോക്ക്, വൈറ്റ് സാൻഡാണ്. ഇത് മറ്റേ പോലെ തന്നെ അല്ലേ? ഇത് നമ്മള് സാൻഡ് ബാങ്ക് പോയ പോലെ തന്നെ. സാൻഡ് ബാങ്ക്സിനെക്കാട്ട് അടിപൊളിയാണ് തോന്നുന്നു. സാൻഡ് ബാങ്കിനെക്കാട്ട് അടിപൊളിയാണ്. സൺസെറ്റ് ഒക്കെ കാണാൻ ആ സൈഡിൽ കണ്ട. നമ്മളെ കുറച്ച് ലൈറ്റ് ആയതുകൊണ്ടാണ് സൺസെറ്റ് നമുക്ക് അങ്ങനെ മിസ്സായത്. പക്ഷെ ഓക്കെ, നല്ലുണ്ട് കേട്ടാ, നൈസ്. ഇവിടുന്നും കുറെ ആള് സ്നോർക്കലിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെ ആളുകളൊക്കെ ഇങ്ങനെ കിടന്നിട്ടൊക്കെ ഉണ്ട്, അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ വ്യൂ നോക്ക് ഇവിടുന്നല്ലേ, അടിപൊളി. ക്യാമറയിൽ അത്ര ഇത് കാണുന്നില്ല, നമ്മള് ശരിക്ക് കാണുന്ന പോലെ ക്യാമറയിൽ കാണുന്നില്ല. എന്താ ക്യാമറയില്? ഇല്ല, നമ്മള് ശരിക്ക് കാണുന്ന വ്യൂ ക്യാമറയിൽ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. അത്ര ഭംഗിയില് നല്ല രസമില്ല. ശരിക്കും നമുക്ക് ജെറ്റ് സ്കൈയിൽ ഈ സമയത്ത് ഏൻ ചെയ്യണ്ട അല്ലെ? കുറച്ച് സൺസെറ്റില് സമയത്ത് ജെറ്റ് സ്കൈ ഒക്കെ ചെയ്താൽ സൺസെറ്റ് ഒക്കെ കൂട്ടത്തിൽ കിട്ടുമായിരുന്നു. പക്ഷെ അതിലിരിക്കുമ്പോ സൺസെറ്റ് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റും തോന്നില്ല. മാളൊക്കെ ഇരുന്ന് കൂക്കുവതിന് മാളോ ഇല്ലെങ്കിൽ പറ. ഞാൻ കൂക്കില്ല. എനിക്ക് ഏറ്റവും പേടിയായത് കയാക്കിംഗ്. അവിടെ ഒരു സപ്പോർട്ട് ഇല്ലാത്ത, ഞാൻ ശരിക്കും തിരിച്ചു പോകാൻ തന്നെയാണ്. ബീച്ചിന്റെ ഒരു സൈഡ്, അതേപോലെ ഇതിന്റെ നടുവിൽ നമുക്കിങ്ങനെ നടക്കാൻ പറ്റിയ ഒരു സ്ഥലം. നേരെ ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോ വീണ്ടും സെയിം ബീച്ച്. കൊള്ളാം.
പിന്നെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ഹോട്ടൽ ഹരീന. ഇവിടെ ഫുൾ ഫോറിനേഴ്സ്. കംപ്ലീറ്റ് ഫോറിനേഴ്സും ഇവിടെ തന്നെയാന്ന് തോന്നുന്നു. ഹരീനുണ്ട്, തൊട്ടപ്പുറം കാനിയുണ്ട്. നല്ല വ്യൂ ആയിരിക്കും ഇവിടെ നിന്നൊക്കെ. നമ്മുടെ ഹോട്ടലിലും കാണാം, പക്ഷെ നമ്മളെ ഇത്രയും നമ്മള് സെക്കൻഡ് ഫ്ലോർ ആയതുകൊണ്ട് ഇത്രയും ഹൈറ്റിലൊന്നും കാണാൻ കഴിയില്ല. കണ്ട ബീച്ചില് സെറ്റപ്പ് അവർ ചെയ്ത് നോക്ക് എങ്ങനെയാണെന്ന്. നൈസ്. ക്യാൻഡിൽ ലൈറ്റ് എല്ലാം വെച്ചിട്ട് ഇന്നത് രാത്രി ആയിരിക്കും അല്ലേ? അതായത് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അതുപോലത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ സ്ഥലം തോന്നുന്നു. മീൻസ് പക്ഷെ ഇത് ഈ ഹോട്ടലുകാർ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും ഇവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. നോക്കറ ഹാർട്ട് ഷേപ്പ് ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട് പൂഴിയിൽ. ഓ അത് ഞാൻ കണ്ടതില്ല, ഇപ്പൊ ഞാൻ കണ്ടത് ഹാർട്ട് ഷേപ്പ് ആണ്. ഇതാ നോക്കറ. അങ്ങനെ നോക്കുമ്പോ പിന്നെ അവിടെ അതാ ലൈറ്റ് ഒക്കെ വെച്ചൊരു ഒരു ടെന്റ് എന്നല്ല, ക്ലോത്തിനെ കൊണ്ടൊക്കെ ഒരു ഡിസൈൻ ഒക്കെ ചെയ്തിട്ട്. പിന്നെ കുറെ ഇതാ ഊഞ്ഞാല് പോലത്തെ കൊട്ടയിലുള്ള ഊഞ്ഞാല് പോലത്തെ നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ. അങ്ങോട്ട് സ്ഥലം അടിപൊളിയല്ലേ? നിനക്ക് ഇവിടെ ജസ്റ്റ് ട്രിപ്പിന് വന്നാ മതിയോ അതോ നിനക്ക് ഇവിടെ പെർമനന്റ് ആയിട്ട് നിക്കണം? പെർമനന്റ് ഒന്നും താല്പര്യമില്ല, വരുവാ പോവാ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ കടല് കണ്ടിരുന്നൂടെ? പിന്നെ എപ്പോഴും കടല് കണ്ടിരിക്കുന്നു. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു സിനിമ കാണാൻ പോണെന്ന് പറഞ്ഞപ്പോ എനക്ക് തോന്നില്ല ഇവിടെ ഒന്നും തിയേറ്റർ ഉണ്ട് എന്നുള്ള കാര്യം. വീടിയുള്ള ആള് സിനിമ കാണുന്നില്ല. ഓ ഉണ്ടവിടെ തിയേറ്ററിലോ? നമുക്ക് കണ്ടുപിടിക്കാം. റീമോടെ ഒരു മടിയും കസേരയിൽ ഞാൻ ഇരുന്ന് നോക്കട്ടെ. ഒരു മടിയാൻ കസേര ഇരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. റീമോന്റെ മടിയാൻ പോകുന്നുണ്ട്. നമുക്ക് വ്യൂ ഇല്ല, നമുക്ക് ഇപ്പൊ കാണാം. എങ്ങനെയുണ്ട്? സീന എങ്ങനെയാ മടിയെന്ന് പറയുന്നത്? എന്തിനാ പണ്ട് നാട്ടിൽ പറയുന്നപ്പ മടിയൻ കസേര എന്റെ ഫ്രണ്ട്സ് എല്ലാം പറയുന്ന കേട്ടിയാ. നീ ഇരിക്കുന്ന മടിയനില് ബാ നോക്കാം. റീമോ, ഹൗ ഇസ് ദ മടിയൻ കസേര? മടിയൻ കസേര കൊള്ളാം, പക്ഷെ നമ്മുടെ നാട്ടിലെ മടിയൻ കസേരന്റെ അത്ര മടിയനല്ല. അധിക സമയം ഇരിക്കൂല, എന്തായാലും എണീക്കൂ. നാട്ടിലെ മടിയൻ കസേര ആകുമ്പോ ഒരു സുഖാണ്. ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ നിവർത്തി വെച്ച് അതൊരു ഇരുത്ത് ഇരിക്കാം. ഇത് അത്ര ഒരു മടിയനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഇരിക്കാം. പക്ഷെ ഇങ്ങനെ ഇരിക്കേണ്ടിച്ചാന്ന് ഇവരൊക്കെ ഈ കംപ്ലീറ്റ് ഇതാന്നേ. പല സ്ഥലത്തും ഇവിടെയുള്ള എല്ലാ എന്താ പറയാ മീൻസ് ആൾക്കാർ ഇരിക്കുന്നത് ബീച്ച്, അതുപോലെ തന്നെ ഈ ഇതിന്റെയൊക്കെ പോയിന്റ് ഇല്ലേ വാട്ടർ ആക്ടിവിറ്റീസ്, അവിടെയൊക്കെ ഉള്ള ഇതേ സാധനമാണ്. എന്താന്നറിയില്ല എല്ലാരും ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നു. ഇന്നലെ ആകെ ഒരു ചെയർ മാത്രമേ എനിക്ക് പുറത്ത് കാണാൻ പറ്റിയിട്ടുള്ളൂ കേട്ടാ. അല്ല മാളു, ഞാൻ കാണിച്ചില്ലേ? അപ്പൊ ഇവിടെ ഇരുന്ന് അധികം മടി കാണിക്കണ്ട, വാ നീച്ചോ. അപ്പൊ ഇതാണ് മാൽഡീവ്സിലെ പാർക്ക് അല്ലേ റീമോ? മാൽഡീവ്സിലെ പാർക്ക് എന്ന് പറയാൻ പറ്റാ, മാഫൂഷിയിലുള്ള മാഫൂഷി ഐലൻഡിൽ വരുന്ന ഒരു ചെറിയ പാർക്ക്. കിഡ്സിനൊക്കെ കളിക്കാൻ പറ്റിയ കുട്ടികളൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നോക്കറ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഇത് കളിക്കാനായിട്ടുള്ള ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്പേസ് കൊള്ളാം എന്തായാലും. ഇവിടെ ലൈറ്റ്സ് എല്ലാം ഓണായി വൈബ് സ്റ്റാർട്ടായി തോന്നുന്നല്ലേ. അടുത്തൊരു ഹോട്ടൽ കഫേ നമ്മൾ അതിന്റെ അടുത്ത് എത്തി. പിന്നെ ഇത് നോക്ക്, നല്ല എന്താ പറയാ കാൻഡിൽ, മീൻസ് കാൻഡിൽ അല്ല ലൈറ്റ് തന്നെയാണല്ലോ, പക്ഷെ കാൻഡിലിന്റെ ഫീൽ ചെയ്യുന്ന പോലത്തെ ലൈറ്റും. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. മീൻസ് ഈ സമയം നമ്മൾക്ക് തന്നെ ഹോട്ടലുകാരൊക്കെ കംപ്ലീറ്റ് സെറ്റാണ്. കാരണം ആൾക്കാരൊന്നും മിസ്സാക്കാൻ പാടില്ലല്ലേ ഇവർക്ക്. ഇവിടെ മാള് കേൾക്കുന്നത് ഇവിടെ നമ്മൾ പോയിട്ട് കഴിച്ചാൽ ഇവർക്ക് ഇങ്ങനെ മനസ്സിലാവും. കാരണം ഇവിടെ വേറെ ഗേറ്റും കാര്യമൊന്നും കാണുന്നില്ല. ജസ്റ്റ് കേറി എന്താണ് അണ്ടർ വാട്ടർ പാക്കേജസ്. ഓ ഇവിടെയുള്ള അണ്ടർ വാട്ടർ പാക്കേജിന്റെ സൺസെറ്റ് ഫിഷിംഗ്, മോർണിംഗ് ഫിഷിംഗ് ഉണ്ട്, സബ്മറീന്, റിസോർട്ട് വിസിറ്റ്, സാൻഡ് ബാങ്ക്, ബോൺഫയർ. ഓക്കെ വാ, നമ്മളെ ആക്ടിവിറ്റീസ് കഴിഞ്ഞില്ലേ? നേരത്തെ ചോദിച്ചു ആരൊക്കെ ഏരിയ എങ്ങനെ മനസ്സിലാവും. എന്തെങ്കിലും ഉണ്ടോ ഇവർക്ക് നോട്ട് ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. ഓൾറെഡി ടേബിൾ ബുക്ക് ചെയ്ത ആൾക്കാർ ടേബിളിൽ ഇരിക്കുമോ? നോക്ക്, നമ്മള് ഫോട്ടോ വേണോ? നാളെ വന്നിട്ട് മതി. ഓക്കെ എന്നാ വാ. ഇന്ന് കുറച്ച് ഇരുടായിട്ടുണ്ട്, നാളെ കുറച്ച് വൈബായിട്ട് വരാം. അപ്പൊ ഇത് നമ്മള് നേരത്തെ കാണിച്ച ഹോട്ടലിന്റെ അവരെ ബീച്ച് സൈഡിലുള്ള ഡൈനിങ് സ്പേസ് ആണ്. അപ്പൊ നമ്മളിനി ഇതുവഴി സ്ട്രീറ്റിന്റെ അകത്തേക്ക് കയറി സ്ട്രീറ്റിൽ എന്തൊക്കെയുള്ളത് നോക്കാം, എങ്ങനെയുള്ളത് നോക്കാം. നമുക്ക് ഷോപ്സിൽ കയറി നോക്കണം. ഷോപ്സിൽ കയറാന്ന് ആള് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, നമുക്ക് ആവശ്യമുള്ള പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കയറി ഒന്ന് വിലയൊക്കെ ചോദിച്ചു നോക്കാം. മാളുവിന് എന്തെങ്കിലും മാൽഡീവ്സ് മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും വാങ്ങണമെന്നുണ്ട്. മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും വാങ്ങണം എന്നാ പറയുന്നത്. മാൽഡീവ്സിന് മെമ്മറബിൾ ആയിട്ടുള്ള എന്താ കിട്ടുമെന്നുള്ള നമുക്ക് നോക്കാം.
കോറൽ വേ തന്നെ കയറിയാൽ ആദ്യം നോക്കാം. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ അടുത്ത് കണ്ടൊരു ഷോപ്പിൽ കയറി. ഇവിടെയാന്ന് ഒരു കുറേ സാധനങ്ങളുണ്ട്. ഫോറിനേഴ്സും അതുപോലെ ഈ എന്താ പറയാ ട്രിപ്പിനൊക്കെ വരുന്ന ആൾക്കാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇവിടെയുള്ള കുറേ എന്താ പറയാ ബീച്ചുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൂടുതലും ഷോക്കേസിൽ വെക്കാൻ പറ്റിയ സാധനങ്ങളാണ്. ഇവിടെയുള്ള കാര്യങ്ങൾ ചിത്രത്തിൽ വരച്ചത്, അതുപോലെ തന്നെ ആന്റിക് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ, പിന്നെ കടലിൽ നിന്ന് കിട്ടുന്ന കുറേ ഐറ്റംസ്. ഒന്ന് രണ്ട് കടകളിൽ നമ്മൾ കയറി. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാ കടയിലും സാധനങ്ങൾ ഒരേ റേറ്റിനാണ് വെക്കുന്നത്. നമ്മൾ ഏകദേശം ഒരേ ഡിസൈനിലുള്ള സാധനങ്ങൾ പല കടകളിൽ ചോദിച്ചപ്പോഴും റേറ്റ് സെയിം ആണ്. അതുപോലെ തന്നെ ഡോളറിലാണ് എല്ലാ കാൽക്കുലേഷനും പറയുന്നത്. അവർ ഡോളറിന്റെ റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ. അവിടെയുള്ള കറൻസിയിൽ പോലും അവർ റേറ്റ് പറയുന്നില്ല. അതുപോലെ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടും ഡോളറിന് നമ്മൾ കൊടുക്കണം. ഇൻ കേസ് ഇനി നമ്മൾ അവിടുത്തെ കറൻസിയെ കൊടുക്കുന്നതെങ്കിലും അതിന് ഈക്വൽ ആയിട്ടുള്ള ഡോളർ നമ്മൾ കൊടുക്കണം. ഇത് ഒരു $5 സാധനം നമ്മൾ വാങ്ങുന്നെങ്കിൽ $5 ഈക്വൽ ആയ മാൽഡീവിയൻ കറൻസി നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ ഹോട്ടലിലെ ആൾക്കാർ നമുക്ക് പറഞ്ഞു തന്നത്, ഇവിടെ പുറത്തുനിന്ന് എന്തെങ്കിലും സാധനം വാങ്ങുമ്പം നോട്ട് ഒരു കാരണവശാലും ഒരു പഴയ നോട്ട് അല്ലെങ്കിൽ ചെറിയൊരു ഡാമേജ് വന്ന നോട്ട് പോലും വാങ്ങാൻ പാടില്ല. ഡാമേജ് തന്നെ വരണമെന്നില്ല, ചെറിയൊരു പഴക്കം പോലുള്ള നോട്ട് വാങ്ങാൻ പാടില്ല. കാരണം അത് പിന്നെ ഇവർ എവിടെയും എടുക്കൂല ആ നോട്ട്. അങ്ങനെയുണ്ട്. നമുക്കും ഒരു ഷോപ്പിൽ നിന്ന് ഇതുപോലെ ഒരു പഴയ നോട്ട് തന്നിരുന്നു. അപ്പം നമ്മൾ അവിടെ തന്നെ തിരിച്ചു കൊടുത്തു. അതുപോലെ വേറെ നോട്ട് നമ്മൾ വാങ്ങി തന്നിട്ട്, പക്ഷെ ആ നോട്ട് പോലും നമ്മൾ നമ്മുടെ ഹോട്ടലിൽ കൊടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞു വേറെ നോട്ട് ഉണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചു. നമുക്ക് വരെ തോന്നിയില്ല അതിനൊരു പഴക്കമുണ്ടല്ലോ ഒരു ഇതുണ്ടെന്നുള്ളത്. കാരണം അത്രയും ഫ്രഷ് നോട്ട് മാത്രമേ അവരവിടെ ഉപയോഗിക്കൂ. നല്ല കനമുണ്ട് കേട്ടോ. മാളൂന് ബാഗ് കാണുന്ന സമയത്ത് എടുക്കാണ്ട് നിൽക്കൂല അവൾ എന്തായാലും. ഞാൻ പക്ഷെ വാങ്ങുന്നില്ല. അടുത്തൊരു ഷോപ്പ്. എല്ലാ ഷോപ്പിലും സാധനങ്ങളൊക്കെ എല്ലാ ഷോപ്പിലും സാധനങ്ങളൊക്കെ സെയിം ആണ്. റേറ്റും അതുപോലെ തന്നെ ആയിരിക്കും വിചാരിക്കാം. ഇവിടെയുള്ളൊരു ഐ തിങ്ക് സൂപ്പർ മാർക്കറ്റ് ആണെന്ന് തോന്നുന്നു. ഇത് കുറെ സാധനങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതെ, സൂപ്പർ മാർക്കറ്റിൽ എന്താ ലിലി സ്പെൻസർ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ കയറി വാങ്ങാൻ പാടില്ല. വേണോ ബാഗ്സ്, ഷൂസ്, മിലാനോ മാർട്ട്, ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. ഇവിടെയുള്ള മീൻസ് ലോക്കൽസ് മീൻസ് മാൽഡീവ്സിൽ നിൽക്കുന്ന ഏരിയ ആണിത്. ചില ഷോപ്പ് ക്ലോസ് ആണ്, കുറച്ച് ടൈം ഓപ്പൺ ആവും. ഷോപ്പൊക്കെ ഇങ്ങനെ കാണുന്നതാണെങ്കിലും ചെറിയ ഷോപ്പുകൾ പോലെയാണെങ്കിലും ഉള്ളിലൊക്കെ നല്ല നീറ്റ് ക്ലീൻ ആണ്. അതുപോലെ തന്നെ എയർ കണ്ടീഷൻഡ് ആണ്. പിന്നെ നിങ്ങളിപ്പോൾ ഉണ്ടോ ചെരുപ്പുകളൊക്കെ പുറത്ത്, അതായത് സാധനം വാങ്ങുന്ന ആൾക്കാരും അതുപോലെ ഷോപ്പിലെ സ്റ്റാഫും ചെരുപ്പൊക്കെ പുറത്ത് കഴിച്ചു വെച്ചിട്ടാണ് അകത്ത് കയറുന്നത്. നമ്മളിപ്പോൾ ഷോപ്പിൽ ഇതുപോലെ ഒരു സ്ഥലത്ത് കയറിയ സമയത്ത് ചെരുപ്പൊക്കെ പുറത്ത് അഴിച്ചു വെച്ചു. അടുത്തൊരു കുറച്ച് വലിയൊരു ഷോപ്പ്, ഡ്രസ്സിന്റെ ഷോപ്പാണെന്ന് തോന്നുന്നു. കാണാൻ തന്നെ നല്ലൊരു വൈബ്. മീൻസ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന പോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന നല്ലോണം ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു ഷോപ്പാണ്. ഇതൊക്കെ ലോക്കൽസ് ഏരിയ ആണ്, ആൾക്കാർ താമസിക്കുന്ന ഏരിയാസ് ആണ്. കൊള്ളാം. എന്തായാലും ഫസ്റ്റ് കയറി കടയിൽ നിന്ന് മാളൂന് ഇഷ്ടപ്പെട്ടൊന്നും കിട്ടിയില്ലല്ലേ മാളു? ഇതാ ഡ്രൈ ഫ്രൂട്ട്സിന്റെ കടയൊക്കെ ഉണ്ട് കേട്ടാ. ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും കിട്ടിയില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ വേറെ കടയിൽ കയറാന്ന് വെച്ചിങ്ങനെ വാക്കിങ്ങിലാണ് അടുത്ത കട നോക്കിയിട്ട്. ഇതൊക്കെ വാട്ടർ ആക്ടിവിറ്റീസിനൊക്കെ സ്പോട്ടുകൾ കണ്ടാ. അവരെ എക്യുപ്മെന്റ്സ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഒറ്റ സ്പോട്ട് മാത്രമല്ല, എല്ലാത്തിനും കുറേ ഉണ്ട്. അപ്പൊ നമ്മള് നടന്നു ഇതന്നെയാ തോന്നുന്നത് ഇവര് ബുക്ക് ചെയ്ത്. നമ്മളെ ഫ്രണ്ട്സ് ബുക്ക് ചെയ്ത് ഇവരെ പാക്കേജ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കാണുന്ന ഷോപ്പുകളിലൊക്കെ ഉള്ളത് മാക്കാണ്. സിസ്റ്റം കംപ്ലീറ്റ് മാക്ക്, ലാപ്ടോപ്പ് കംപ്ലീറ്റ് മാക്ക്. എന്താണെന്നറിയില്ല. പക്ഷെ ഫോൺ എല്ലാവരുടെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോണൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കാണുന്ന സിസ്റ്റംസും ഈ സ്പോർട്സ് ആക്ടിവിറ്റീന്റെ അവിടെയൊക്കെയുള്ള സിസ്റ്റം എല്ലാം കംപ്ലീറ്റ് മാക്കാണ്. എനിക്ക് തോന്നുന്നു മാൽഡീവ്സിനും മാക്ക് കുറച്ച് ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഐഫോണിന്റെ ആയിരിക്കും മേ ബി. മാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഐഫോണും കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടാവും തോന്നുന്നു. പക്ഷെ ആൻഡ്രോയിഡ് ഫോൺസും കാണുന്നുണ്ട് എല്ലാവരെയും കയ്യിൽ. പക്ഷെ സിസ്റ്റം കംപ്ലീറ്റ് കണ്ട സിസ്റ്റംസ് എല്ലാം പല ഓഫീസിലും ഇവിടെ എല്ലാ കണ്ട സിസ്റ്റംസും ഡെസ്ക്ടോപ്പ് എല്ലാം കംപ്ലീറ്റ് മാക്കാണ്. അപ്പൊ ഇതാ പാർട്ടി മൂഡ് ഓണായി. അടുത്തൊരു റെസ്റ്റോറന്റ് ആണ്. നമ്മൾ പോകുമ്പോഴുള്ള പോലെ നമ്മൾ തിരിച്ചിപ്പോ റൂമിന്റെ അടുത്തേക്ക് നടക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ കംപ്ലീറ്റ് എല്ലാവരുടെയും ലൈറ്റ്സ് ഒക്കെ ഓണായി, ആളുകൾക്ക് വരാൻ തുടങ്ങി.
ഞാൻ പറഞ്ഞില്ലേ ഇത് നേരത്തെ ഇവിടെ കണ്ട ഒരു ഐക്കോം ടൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കണ്ട, ഇവിടെ കംപ്ലീറ്റ് ഉള്ളത് മാക്കാന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ ഇത് മാത്രമല്ല, ഇതിപ്പോ പെട്ടെന്ന് കണ്ടു നമ്മളെ പറഞ്ഞതിന് മുന്നേ കണ്ടോണ്ട് ഞാൻ കാണിച്ചു തന്നെയാണ്. ഷോപ്സിലും അല്ലേ, നമ്മൾ വാട്ടർ റൈഡ്സ് ചെയ്ത ഷോപ്സിലും ഇതുപോലെ തന്നെയായിരുന്നു. മാക്കാന്ന് അവിടെയുള്ള സാധനങ്ങളൊക്കെ. നമ്മള് ചെയ്ത സ്നോർക്ലിങ്ങിന്റെ വീഡിയോ ഇതുപോലെയാണ് സ്നോർക്ലിംഗ് ചെയ്തുള്ള വീഡിയോസ് ചെയ്യാൻ പോയത്. അതിന്റെ ഫുട്ടേജ് ഉണ്ട് നമ്മുടെ വീഡിയോയിൽ, എന്തായാലും അതുണ്ടാവും. അപ്പൊ നമ്മള് നടന്ന് ബാങ്ക് ഓഫ് മാൽഡീവ്സ്, ഇവിടെയുള്ളൊരു ബാങ്കാണ്. ATM ആണെന്ന് തോന്നുന്നു അവിടുത്തെ കൂട്ടത്തില്. നമ്മളപ്പം ഇന്റർനാഷണൽ കാർഡൊക്കെ ഉണ്ട്, പക്ഷെ നമ്മള് ക്യാഷ് ഒന്നും എടുക്കുന്നില്ല. കാരണം ഇവിടുത്തെ ക്യാഷ് കിട്ടിയൊരു കാര്യമില്ല. ഇവിടെ നമ്മള് കയറുന്ന ഷോപ്പിലൊക്കെ എല്ലാവരുടെയും ചോദിക്കുന്നത് ഡയറക്റ്റ് ഇതാണ്, USD ആണെന്ന് ചോദിക്കും, ഡോളേഴ്സ് ആണ് ചോദിക്കുന്നത്. നടന്നു പോയിക്കൊണ്ടിട്ട് എന്താ സലൂൺ, ഇവിടെയൊക്കെ സലൂൺ ഉണ്ടോന്ന് സംശയം. കാരണം ഇവിടെ ആളൊക്കെ ഫുള്ള് ഹെയർ ഒക്കെ നീട്ടിയിട്ടാണ്. കമ്മ്യൂണിറ്റി സെന്റർ, ഇവിടെയുള്ള പോലീസിന്റെ വണ്ടിയാണ്. ഇത് ദുബായിലൊക്കെ കാണുന്ന പോലത്തെ വണ്ടിയാണ് അല്ലേ? ദുബായിൽ ഇങ്ങനത്തെ വണ്ടി കുറെ ഉണ്ടാവില്ലേ? അല്ല, പോലീസിന്റെ അല്ല, വണ്ടി ഇതുപോലത്തെ ഉണ്ടാവില്ലേ? പോലീസിന്റെ കാറ്, പോലീസിന്റെ ബൈക്ക്, സ്കൂട്ടി. ഇതാണ് മാഫൂഷി പോലീസ് സ്റ്റേഷൻ. ഇത്ര ചെറുതാണല്ലേ? മാഫൂഷി പോലീസ് സ്റ്റേഷൻ ഇത്രയേ ഉള്ളൂ. അതാ കുറച്ച് മുന്നോട്ട് മാഫൂഷി പ്രിസൺ നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. റെസ്റ്റോറന്റ്, ഹോട്ടൽസ്, അതിന്റെ തൊട്ട് മുന്നിൽ തന്നെ മാഫൂഷി പ്രിസൺ. അപ്പൊ ഇതാണ് നിങ്ങൾ കാണുന്ന ഇവിടെയുള്ള ജയിൽ, കുഞ്ഞു ജയിൽ. ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റ്, ഇത് ഇവിടെയുള്ള പോലീസ് ആണെന്ന് തോന്നുന്നു. വണ്ടി എടുത്തിട്ട് വരുന്ന ലേഡി. നൈസ്. അതുകൊണ്ട് ഞാൻ അവരെ അതിലെ ഷൂട്ട് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മള് പ്രിസന്റെ തൊട്ട് മുന്നിലെത്തി. ഇതാണ് മാഫൂഷി പ്രിസൺ, അതിന് ഇവിടെയുള്ള ജയിലാണ്. അങ്ങ് വരെ ഇത് ജയിലിന്റെ ബിൽഡിംഗ് ആണ്. കംപ്ലീറ്റ് വോളൊക്കെ കാണുന്നുണ്ട്. ആ ഡിഫറൻസ് രണ്ട് സൈഡിലും കംപ്ലീറ്റ് ലോക്ക് ആയിട്ടുള്ള. പക്ഷെ ഒരു എന്താ പറയാ, തൊട്ട് മുന്നിൽ തന്നെ എൻജോയ്മെന്റ്, ആൾക്കാരും, പാർട്ടി, റെസ്റ്റോറന്റ്, സൂപ്പർ മാർക്കറ്റ്. കണ്ണൂർ സെൻട്രലിന്റെ മുന്നിൽ കുറച്ച് ഇത്രയും തൊട്ടടുത്തുണ്ടാവില്ല. പക്ഷെ ഇവിടുന്ന് ആരും അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. അതാണ്, ചാടിയാൽ തന്നെ കടലിലേക്ക് ചാടണ്ടേ. മാൾഡീവ്സ് ഒരു ഡ്രൈ ലാൻഡ് ആണെങ്കിലും ഇവിടെ നമുക്ക് ഡ്രിങ്ക്സ് കിട്ടും. അതായത് പക്ഷെ നമുക്ക് കരയിൽ കിട്ടൂല. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ബാർ ഉണ്ട്. അതായത് ഒരു വലിയൊരു ബോട്ട് കടലിലുണ്ടാവും. അവിടത്തേക്ക് ഈ ബോട്ടിൽ നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകാൻ കഴിയും. അപ്പൊ അവിടെ പോയാൽ നമുക്ക് ഡ്രിങ്ക്സ് വാങ്ങാൻ കഴിയും. അതുപോലെ തന്നെ ഈ ട്രാൻസ്ഫർ ഫ്രീ ആയിട്ടാണ്. പക്ഷെ ഡ്രിങ്ക്സ് കഴിക്കാതെ വരുന്നവർക്ക് പേയ്മെന്റ് ചെയ്യേണ്ടി വരും. അവരതെങ്ങനെയാ മനസ്സിലാക്കുന്നത് നമുക്കറിയില്ല. അപ്പൊ ഈ കാണുന്നതാണ് ആ ഫ്ലോട്ടിംഗ് ബാർ. അതായത് ഒരു ബോട്ട് തന്നെയാണ്. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കയറി നോക്കാം ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്നും എന്തൊക്കെ കിട്ടുന്നൊക്കെ നോക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ ബാറിന്റെ അകത്ത് കയറി. ഈ കാണുന്നതാണ് ബാറ്. കുറച്ച് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ബാർ കൗണ്ടർ ഉണ്ട്. അവിടെ ഇതുപോലെ ഹോട്ട് ഡ്രിങ്ക്സും സോഫ്റ്റ് ഡ്രിങ്ക്സും രണ്ടും അവൈലബിൾ ആണ്. അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് നോക്കി കഴിക്കാം എല്ലാവർക്കും. ഇവിടെ മാത്രമേ ഡ്രിങ്ക്സ് കിട്ടൂ. അതുകൊണ്ട് പക്ഷെ ഇപ്പോൾ കാര്യമായിട്ട് തിരക്കൊന്നും കാണുന്നില്ല. മേ ബി കുറച്ച് കഴിയുമ്പോൾ ആളുകൾ വരുമായിരിക്കും. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ നമുക്ക് പുറത്തിരിക്കാൻ പറ്റും. അതായത് ബോട്ടിന്റെ പുറത്ത് വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയും. ഇടാന്ന് എന്നാലും കാറ്റൊക്കെ കൊണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു, അവിടെ എന്തൊക്കെയുള്ളത് നോക്കാം. കാരണം അവിടെ ഈ മ്യൂസിക് സിസ്റ്റവും അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ചെറിയ രീതിയിൽ കുറച്ച് ലൈറ്റ് എഫക്റ്റ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി ഇരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഈ കാണുന്നതാണ് മാഫൂഷി ഐലൻഡ്. നമ്മൾ ബോട്ടിൽ നിന്ന് വന്ന ഐലൻഡാണ്. വളരെ അടുത്ത, നമുക്ക് നോക്കിയാൽ കാണുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ അത് തമ്മിൽ. അപ്പോൾ നമ്മളെ കൂടെയുള്ള ഫ്രണ്ട്സ് അവർക്ക് ഡ്രിങ്ക്സ് വാങ്ങാൻ വേണ്ടി പോയി. അപ്പൊ അവരെ വെയിറ്റിംഗ് ആണ്. നമ്മൾ ഇവിടെ പുറത്ത് തന്നെ ഇരിക്കാൻ. ഇവിടെയും അത്യാവശ്യം കുറച്ച് ചെയർസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ചിറങ്ങാൻ നോക്കുമ്പോഴേക്ക് ഇവിടെ കുറെ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഒരു നോർമൽ ടൈമിംഗ് തോന്നുന്നു ആൾക്കാരൊക്കെ വരുന്നത്. അപ്പൊ നമ്മളേതായാലും കുറച്ച് സമയം സംസാരിച്ചൊക്കെ ഇരുന്നു. ഇനി നമ്മൾ തിരിച്ചു പോകാന്ന് വെച്ചാൽ നമുക്ക് ആ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആളെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം. അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു ടൈം അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ തിരിച്ച് ഹോട്ടലിലെത്തി. നമ്മളിനി ഡിന്നറിന് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി വെയിറ്റിംഗ് ആണ്.
അപ്പൊ നമ്മൾ ഡിന്നറിനായിട്ട് ഓർഡർ ചെയ്തത് ചിക്കൻ ടിക്ക ബിരിയാണി, സാലഡ് ഉണ്ട്, പിന്നെ ചിക്കൻ നഗറ്റ്സും ചപ്പാത്തി പെപ്പർ ചിക്കൻ. ചപ്പാത്തി പെപ്പർ ചിക്കൻ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ഐറ്റംസ്. ഫുഡ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ബാംഗ്ലൂരിൽ കിട്ടുന്ന ഒരു സ്റ്റൈൽ ബിരിയാണി. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് ചപ്പാത്തിയും പെപ്പർ ചിക്കനും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, രസമുണ്ട്. നീ കൂടി പറ. പക്ഷെ പെപ്പർ നമ്മളെ നാട്ടിൽ നമ്മളെ കിട്ടുന്ന പോലത്തെ അല്ല, ഇന്ത്യയിൽ കിട്ടുന്ന പോലത്തെ അല്ല, ഒരു ഡിഫറെന്റ് പക്ഷെ ഒരു ടേസ്റ്റ് വേറെ പെപ്പർ മേ ബി വൈറ്റ് പെപ്പർ എന്നൊക്കെ പറയുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. നഗറ്റ്സ് പിന്നെ പറയണ്ടല്ലോ, അത് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. എന്നാലും ഇവരെ നോക്കിയാ നോക്കും. നഗറ്റ്സ് സെയിം ടേസ്റ്റ് ആണ്. അപ്പം നമ്മൾ ഡേ 2 വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വാട്ടർ വില്ല വിസിറ്റ് ആണ്. അപ്പം അതിൻ്റെ വ്ളോഗ് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.